ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ദൈവഭക്തരായ ധാരാളം പ്രിയപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രചോദനത്തിനായി നാം കേട്ടുവരികയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം പരിചയപ്പെട്ടതും കേട്ടതും ഡോക്ടർ ടി പി കുര്യൻ ആൻഡ് മിസ്സിസ് ടി പി കുര്യൻ, മിസ്സിസ് രമണി കുര്യൻ, ഈ പ്രിയപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു. ആദ്യ ഭാഗത്തിൽ അവർ എപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത്, എപ്രകാരമാണ് അവർ തമ്മിൽ ഇരുവരും കണ്ടുമുട്ടുവാനും വിവാഹിതരാകുവാനും ഇടയായത്, ആ കഥകളാണ് നാം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ശേഷമുള്ള അവരുടെ വിശ്വാസ ജീവിതത്തിലെ ധാരാളം വെല്ലുവിളികളെക്കുറിച്ച് ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കടന്നു ചെല്ലാം. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട രണ്ടുപേരെയും നമുക്ക് ഹാർദവമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ടി പി കുര്യൻ, ഡോക്ടർ മിസ്സിസ് രമണി കുര്യൻ. നമുക്ക് വീണ്ടും അവരെ സ്വാഗതം ചെയ്യാം. വീണ്ടും സ്വാഗതം രണ്ടുപേർക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത് വിശ്വാസപരമായ സത്യം എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെക്കുറിച്ചാണ്. ഇന്ന് പ്രധാനമായിട്ടും നാം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നത് രണ്ടുപേരുടെയും വിശ്വാസ ജീവിതത്തിൽ പലയിടങ്ങളിലും ശുശ്രൂഷകൾ ചെയ്തു, പല കാര്യങ്ങൾ ചെയ്തു, അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ഇടയായി. ആ ശുശ്രൂഷ കാലയളവുകളിൽ നിങ്ങൾ രണ്ടുപേരും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാസ്റ്ററായിട്ട് ജോലി സൗത്ത് കേരള സെക്ഷനിൽ തുടർന്നു വന്ന സമയത്ത് പല കാര്യങ്ങൾ പള്ളിയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെയും ഒന്നൊന്നായിട്ട് സോൾവ് ചെയ്ത് വിശ്വാസികളെല്ലാം സന്ദർശിച്ച് എല്ലാവരെയും ഒന്നിച്ചാക്കി അങ്ങനെ തുടർന്നു. ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് സ്ഥലം മാറ്റമായി. തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾക്ക് പനവേലി സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള അടുത്ത ജോലിയാണ് നൽകിയത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ പുതിയതായിട്ട് 3 സെക്ഷനിൽ 3 ഭാഷക്കാർ, അതായത് തമിഴ്, മലയാളികൾ, പിന്നെ അതുകൂടാതെ കർണാടകക്കാർ, ഇങ്ങനെ 3 ഗ്രൂപ്പാണ് പനവേലി സെമിനാരിൽ ഉണ്ടായിരുന്നത്. ഡയറക്ടറായിട്ട് ജോലി ഇസ്രയേലായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങൾ കുടുംബമായിട്ട് 1980 കൊട്ടാരക്കരയിലേക്ക് താമസം മാറുകയുണ്ടായി. അപ്പോൾ താമസം മാറിയെങ്കിലും പനവേലിലായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ കുട്ടികളൊക്കെ ആയോ? ഇല്ല, ആ സമയത്ത് കുട്ടികളായി. അതായത് ട്രിവാൻഡ്രത്ത് വെച്ച് ആദ്യത്തെ മകൻ ജനിച്ചു. അതിന് ശേഷമാണ് ഞങ്ങൾ പനവേലിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ മിസ് അവിടെ അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞുമായിട്ടാണോ പനവേലിയിലേക്ക് വരുന്നത്? മൂത്ത മോൻ ജനിച്ചു, രണ്ടാമത്തെ മോൻ വയറ്റിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഞങ്ങൾ സമ്മറിലാണ് വന്നത്. സമ്മർ തുടങ്ങിയപ്പോൾ ഏപ്രിലാണ് വരുന്നത്. ഇദ്ദേഹം ജാനുവരി പോയിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിലായതുകൊണ്ട് സ്കൂൾ അടച്ചിട്ട് പോയാൽ മതിയെന്ന് അവിടുന്ന് പറഞ്ഞതനുസരിച്ച്, സെക്ഷനിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ ഏപ്രിലാണ് വരുന്നത്. ഏപ്രിൽ സ്കൂൾ അടച്ച് എല്ലാം തീർത്തതിന് ശേഷം ഏപ്രിൽ വന്നപ്പോഴത്തേന് കൊട്ടാരക്കര വന്നപ്പം സ്കൂളിൽ അന്നേരം ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ പാസ്റ്റർ ജോയൽ ഇസ്രായേൽ ആ പനവേലി സെമിനാരിൽ തന്നെ പഠിപ്പിക്കാൻ തക്കവണ്ണം എനിക്ക് ഒരു സ്ഥലം ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോനെ ക്യാരി ചെയ്തു. അവൻ്റെ ലാസ്റ്റ് മന്തിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആ സമയത്ത് ഈ പഠിക്കുന്നവരെല്ലാവരും അച്ഛന്മാരും അമ്മമാരും അച്ഛന്മാരായിരുന്നു. ഒത്തിരി പാസ്റ്റർ പ്രായമുള്ളവരായിരുന്നു. അപ്പോൾ ഞാൻ ഈ വയറും ചുമ്മിക്കൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേന് അവർക്കൊക്കെ എന്നോട് അങ്ങ് സഹതാപമായിരുന്നു. എല്ലാവരും വന്ന്. എത്ര പേരുണ്ടായിരുന്നു പഠിക്കാൻ? 48 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും മുതിർന്നവരാണ്. മിക്കവാറും. പിന്നെ ആരൊക്കെ പഠിപ്പിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? അതായത് ഞങ്ങൾ 3 പേരാണ് പഠിപ്പിക്കാനുണ്ടായിരുന്നത്. ഒന്ന് പാസ്റ്റർ ജോയൽ ഇസ്രായേൽ തന്നെ, ഈ വാസ് ഡയറക്ടർ, അങ്ങനെ ഡയറക്ടറായിരുന്നു. അതുകൂടാതെ മഹാദേവയ എന്ന് പറയുന്ന ഡവറിയിൽ നിന്നും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തി, അതുകൂടാതെ ഞാൻ, അങ്ങനെ ഞങ്ങൾ 3. ഞാൻ മലയാളം അല്ലെങ്കിൽ ചില സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. മഹാദേവയ്യ വേറെ ചില സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു. ജോലി ഇസ്രായേൽ. എത്ര വർഷത്തെ കോഴ്സായിരുന്നു? അത് 2 വർഷത്തെ കോഴ്സായിരുന്നു. ആക്ച്വലായിട്ട് ആ 2 വർഷത്തെ കോഴ്സ് കൊണ്ട് ഞങ്ങൾ അവർക്ക് ഈ DCEC പരീക്ഷയോടെ പഠിക്കുവാൻ തക്കണം, പരീക്ഷ എഴുതുവാൻ തക്കമുള്ളൊരു സൗകര്യം ഒരുക്കിയിരുന്നു. അങ്ങനെ അത് പാസ്സാകുന്നവർക്ക് ഈ പഠിത്തം കഴിഞ്ഞിട്ട് അവർക്ക് സ്പൈസർ കോളേജിൽ
പോയി ചേരുവാണ്ടൊക്കെയുള്ളതായ അവസരമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേര് പോയി. ബാക്കിയുള്ളതെല്ലാം കേരളത്തിലും കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും അവർ പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറി. ചിലർ രണ്ട് കോഴ്സ്, 2 ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അതിൽപ്പെട്ട പലരും പാസ്റ്റർമാരായി ഇന്ന് വേല ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാവരും പേരും റിട്ടയർ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സന്ദർഭമായിരുന്നു. പക്ഷേങ്കിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം 3 ഭാഷക്കാരായതുകൊണ്ട് തമ്മിൽ ബഹളവും അടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സമരം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിനൊക്കെ നിയന്ത്രിച്ച് പോകാനൊക്കെ ഇടയായിരുന്നു. ജോയൽ ഇസ്രായേൽ ആദ്യത്തെ വർഷം സ്ഥലം മാറി, അതായത് അങ്ങേര് അമേരിക്കയ്ക്ക് പോയി. അതിനുശേഷം വന്നത് പാസ്റ്റർ പോൾഡായിസായിരുന്നു. അതിനുശേഷം അദ്ദേഹവും മാറിപ്പോയി. പിന്നെ പാസ്റ്റർ ജോൺ പി തോമസ് ഡയറക്ടറായിട്ട് പ്രിൻസിപ്പളായിട്ട് വരികയുണ്ടായി. അങ്ങനെ 3 പേരുടെ കീഴിൽ ഞാൻ വേല ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് 2 വർഷക്കാലത്തെ അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷമാണോ നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് പോകുന്നത് പഠിക്കുവാനും? അല്ല, അതിനുശേഷം പിന്നെ ഞങ്ങൾ അത് പലമേരി സെമിനാരിയിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ജോലി ഇല്ലാതെ വന്നപ്പോൾ അത് നിർത്തുവാനൊക്കെ സൗത്ത് ഇന്ത്യ യൂണിയൻ്റെ പ്രസിഡൻ്റ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങളെ പ്ലേസ്മെൻറ്റ് ചെയ്ത്, അതായത് പാസ്റ്റർ ജോൺ പി തോമസിനെ കുറ്റപ്പുഴ സ്കൂളിലല്ല, അങ്ങനെ അവിടുത്തെ കുറച്ച് നാളിവിടെ നിന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് കുറ്റപ്പുഴ സ്കൂളിലേക്ക് ഞാൻ ചാപ്ലിനായിട്ട് ഡെപ്യൂട്ടി ടീച്ചറായിട്ട് ഞങ്ങൾ അവിടുന്ന് മാറുകയുണ്ടായി. ആ മാറിയതിന് ശേഷമുള്ള അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ചില പ്രശ്നങ്ങളാൽ പാസ്റ്റർ ജോൺ പി തോമസും അവിടെ പ്രിൻസിപ്പളായിട്ട് വരികയുണ്ടായി. അപ്പോൾ ആദ്യം ഞാൻ ചെന്ന സമയത്ത് പാസ്റ്റർ കെ വർഗീസ് ആയിരുന്നു പ്രിൻസിപ്പൾ. അതിനുശേഷം കെ വർഗീസ് സാറ് ലൗറി സ്കൂളിലേക്ക് സ്ഥലം മാറി. ലൗറി സ്കൂളിലേക്ക് മാറിയതിന് ശേഷം പിന്നെ പാസ്റ്റർ ജോൺ പി തോമസ് വന്നു. ജോൺ പി തോമസും അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന ഐസക് മാത്യു സാറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ അവസരത്തിൽ അവർ തമ്മിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റി. അതിനുശേഷം വന്നത് PAN തമ്പി എന്ന് പറയുന്ന സാറാണ്. അപ്പോൾ ഇവരിങ്ങനെ പ്രിൻസിപ്പൾമാരായിട്ടിരുന്ന സന്ദർഭത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ താല്പര്യം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ MA പഠിക്കുവാൻ്റെ കൊണ്ടും കെ വർഗീസ് സാറിനോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് പഠിക്കാൻ ഉള്ള അവസരം ഇല്ല, പൈസയില്ല, അല്ലെങ്കിൽ അത് പറഞ്ഞ് സമ്മതിച്ചില്ല. പിന്നെ അടുത്ത് വന്നതായ പ്രിൻസിപ്പൾ ജോൺ പി തോമസ് സാറും അതിന് സമ്മതിച്ചു. അതിനുള്ള പേപ്പറെല്ലാം മൂവ് ചെയ്തു, ആക്ഷനൊക്കെ എടുത്തു. പക്ഷേ അത് അവസാനം അത് നടന്നില്ല. പിന്നെ PAN തമ്പി സാറ് വന്ന സമയത്താണ് എനിക്ക് വീണ്ടും MA പഠിക്കുവാൻ്റെ കൊണ്ടും ഉള്ള അവസരം ലഭിച്ചത്. അപ്പോൾ ആ സമയത്താണ് സാറ് MA പഠിക്കാൻ ഒറ്റയ്ക്ക് പോകുമായിരുന്നത്? ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എൻ്റെ രമണിയും അന്ന് 2 മക്കളുണ്ട്. അപ്പോൾ ആ 2 മക്കളുമായിട്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ച് കുറ്റപ്പുഴ തന്നെ താമസിക്കാമെന്ന് കരുതി. പക്ഷെങ്കിൽ 3 പേരുണ്ടല്ലേ? സിബി ജനിച്ചത് കുറ്റപ്പുഴയാണ്. അപ്പോഴേക്കും 3 പേരായി. കുറ്റപ്പുഴ വന്നപ്പോഴത്തേന് 3 പേരുമായി. അപ്പോൾ പിന്നെ ഞങ്ങൾ സഹായിക്കാനായിട്ട് കൂടെ ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളെ നോക്കാനും സഹായിക്കാനൊക്കെ ആയിട്ടോ? ഞങ്ങൾ പലരെയും സഹായിക്കാൻ തക്കാണ്. പക്ഷെ പലരും അതിനിടയ്ക്ക് ചീറ്റ് ചെയ്ത് പണം അടിച്ചു മാറ്റി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ MAക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുറ്റപ്പുഴ അവിടെ ഒരു ബോർഡിങ്ങിൽ രമണിക്ക് താമസിക്കാമെന്നുള്ള താല്പര്യത്തിലിരുന്നെങ്കിലും പക്ഷെങ്കിൽ അതിന് സന്ദർഭം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കൊട്ടാരക്കരയ്ക്ക് പോയി. കൊട്ടാരക്കര അവിടുത്തെ ഡീനായിട്ട് രമണി വർക്ക് ചെയ്തു. കുഞ്ഞുങ്ങൾ അവിടെ വളർന്നു. ഒരു ആദ്യത്തെ പഠിക്കാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ കൊട്ടാരക്കരയിൽ പോയി താമസിക്കുന്നു. കൊട്ടാരക്കര ആക്ച്വലി ഞങ്ങൾ പനവേലിരിക്കുന്ന സമയത്ത് സ്കൂൾ തുറന്നപ്പോൾ അവരെന്നെ കൊട്ടാരക്കരയിലേക്ക് മാറ്റി. ഞാൻ അവിടെ 2 വർഷം ജോലി ചെയ്തു. കൊട്ടാരക്കര ബാക്കിയുള്ള സമയം ഞാൻ അവിടെ ആയിരുന്നു. പനവേലി സെമിനാരിൽ നിന്ന് ഞാനിങ്ങനെ പോയിരുന്നു. കൊട്ടാരക്കരയാണ് ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പനവേലി പൂട്ടിക്കഴിഞ്ഞാണ് കെ വർഗീസ് സാറ് കുര്യൻ സാറിനെ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഉദ്ദേശം കുഞ്ഞുങ്ങളുടെ 3 പേരുടെയും പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കൊട്ടാരക്കരയിലാണോ നടന്നത്? അല്ല, 3 പേരും പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സിബി LKG പഠിക്കുകയായിരുന്നു. LKG പഠിച്ചുകൊണ്ടിരുന്നു. GB പിന്നെ 1st സ്റ്റാൻഡേർഡ്, AB 3rd സ്റ്റാൻഡേർഡ്, അത്രയും വരെ അവിടെ പഠിച്ചുള്ളൂ. അപ്പോൾ അതിനുശേഷം എവിടേക്കാണ് മൂവ് ആയത്? അതിനുശേഷം ബാംഗ്ലൂരിലേക്ക്. അതായത് ഞാൻ MA പഠിച്ച് തീർത്ത് വന്നതിന് ശേഷം എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നത് കണ്ണിങ്ങാം റോഡിലുള്ള ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടാണ്, ബാംഗ്ലൂർ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ സ്ഥലം മാറി. ഈ പോകുന്ന വഴിക്കുള്ള പല പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും അവിടെ താമസമായി. അവിടെ അത്ര വലിയ, ഞാൻ കേരളക്കാരനായതുകൊണ്ട് ബാംഗ്ലൂർ പോയി സ്വല്പ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ 4 വർഷത്തോളം അവിടെ പാസ്സായിട്ടിരുന്നു. എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഒരു സ്റ്റാൻലി ദാനിയൽ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അതുകൂടാതെ ബാംഗ്ലൂർ ഇംഗ്ലീഷ് ചർച്ചും പിന്നെ ഹൈ സ്ട്രീറ്റിലുള്ള ഇംഗ്ലീഷ് ചർച്ചും, അങ്ങനെ 2 ചർച്ചായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നീട് അത് മാറുകയുണ്ടായി. ബാംഗ്ലൂരിലെ
കണിയാമൂട് ചർച്ച് മാത്രമായി. അങ്ങനെ അവിടെ ഏകദേശം 4 വർഷത്തോളം ഇരുന്നു. ആ അവസരത്തിലാണ് ദൈവകൃപയാൽ എനിക്ക് ഓർഡിനേഷൻ ഉണ്ടായത്. അത് ലൗറിയിൽ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് ഓർഡിനേഷൻ കിട്ടി. ആ ഓർഡിനേഷന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നാളുകൂടെ അവിടെ നിന്നു. പിന്നെ 84-ൽ 87 to 91 അവിടെയായിരുന്നു. 91-ൽ ഞങ്ങൾ തിരിച്ച് കേരളത്തിൽ വന്നു പറഞ്ഞാൽ അന്ന് ഞങ്ങൾ സർവീസ് കോൾ കിട്ടി വരുന്നതാണോ പ്രൊമോഷനായിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് കോൺസ്റ്റിറ്റ്യുവൻസി നടന്ന സമയത്ത് പാസ്റ്റർ ഭാഗ്യനായിരുന്നു നോർത്ത് കേരളത്തിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങേര് എന്നോട് പറഞ്ഞു, കുര്യൻ യു ഷുഡ് കം, ഞാൻ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അല്ല, ആ ഫാമിലിയുമായിട്ട് നമ്മൾ ഒന്നിച്ചവിടെ ജോലി ചെയ്തതാ. ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ചർച്ച് മെമ്പേഴ്സ് ആയിരുന്നു ഇവരൊക്കെ, കുര്യൻ സാറിൻ്റെ. അപ്പം പാസ്റ്റർ ഭാഗ്യൻ എന്നോട് ചോദിച്ചു വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യുവൻസി മീറ്റിങ്ങിൽ നോർത്ത് കേരള സെക്ഷൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ തൃശ്ശൂരേക്ക് വന്നു. അപ്പോൾ തിരിച്ചു വരുന്നു. രമണി അവിടുത്തെ സ്കൂളിലെ ടീച്ചറായിട്ടും വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂർ സ്കൂളിൽ അവിടെ ഞങ്ങൾ ഏകദേശം 4 വർഷത്തോളം ഇരുന്ന സമയത്ത് ആണ് പിന്നെയും പഠിക്കാനുള്ള ആഗ്രഹം എനിക്ക് അന്ന് മുതലേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അന്ന് ഒരു ഈ PhD പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരവസരം ഉണ്ടായി. ആ സമയത്ത് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു, പലരും റിക്വസ്റ്റ് കൊടുത്തു. ഏതായാലും ദൈവകൃപയാൽ എനിക്ക് അത് കൂടാതെ വേറെ 4 പേർ കൂടി അതിനുള്ള സന്ദർഭം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ അയാസ് എന്ന് പറഞ്ഞത് ഫിലിപ്പീൻസിലുള്ള അയാസിലേക്ക് 4 പേരും മലയാളികൾ തന്നെയായിരുന്നു. 5 ഭാഷ ബംഗാളിൽ നിന്നൊരാൾ, അതായത് സുബീർദാസ്, പിന്നെ ആന്ധ്രയിൽ നിന്നൊരാൾ എബ്രഹാം, പിന്നെ അടുത്തത് സെൽവരാജ് മുത്തയ്യ, 4ാമത്തെ ആള് MC ജോൺ, അന്ന് ഡിവിഷനിലായിരുന്നു അങ്ങേര്. അപ്പം ഞങ്ങൾ 4 ഇൻക്ലൂഡിങ് 4 പേർ കൂടെ ഞങ്ങൾ 5. അങ്ങനെ ഞങ്ങൾ 5 ഫാമിലിയും അയാസി പഠിക്കാൻ പോയി. 94-ൽ പോയി. ഇപ്പോൾ 2 പേർക്കും ഒരേ സമയത്ത് പഠിക്കാനുള്ള അവസരം കിട്ടി. അത് ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അന്നേരം എനിക്ക് തോന്നി, എന്തുകൊണ്ട് രമണി കൂടെ PhD തീർത്തുകൂടാ. ഞാൻ പഠിക്കാൻ പോയതല്ല, ആക്ച്വലി ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പോയതാണ് കമ്പനിയിൽ. അപ്പം അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട്. പുള്ളിക്കാരത്തി MA തീർത്തതുകൊണ്ട് അത് പഠിക്കാൻ തക്കൊണ്ട് സാധിക്കും. പിന്നെ അതിനുവേണ്ടിയുള്ള പ്രിലിമിനറി സ്റ്റെപ്പിൽ റിക്വസ്റ്റ് ചെയ്തു. അപ്പം അതിന് ഡിവിഷൻ അംഗീകരിച്ചു, സമ്മതിച്ചു. അങ്ങനെ 2 പേരും PhD പഠിക്കാൻ പോയി. കുഞ്ഞുങ്ങളും അന്ന് സ്കൂളിലാണ്. അവരും ഫിലിപ്പീൻസിൽ കൂടെ വന്നു. ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. മൂത്ത മോൻ 10ാം ക്ലാസ് പാസ്സായതേ ഉള്ളായിരുന്നു. 10ാം ക്ലാസ് അവൻ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം മെഡിസിന് പോകണം എന്നുള്ള ഭാവത്തിലിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ അത് നടന്നില്ല. പിന്നെ അവിടെ പോയി. അവിടെ അവന് BSc ബയോളജി, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ കോളേജിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ BSc ബയോളജി പഠിച്ചു. രണ്ടാമത്തവന് കോളേജിൽ തുടർന്നു. അവൻ ആദ്യം അവിടുത്തെ അക്കാഡമിയിൽ പഠിച്ചു. ഹൈസ്കൂൾ 9ായിരുന്നു. അതിനുശേഷം അവൻ 10 ചേർന്ന ശേഷം കോളേജ് ചേർന്നു. 3ാമത്തെ മകനന്ന് അക്കാഡമി പഠിച്ചു. അവനും അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സാകുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവന് ഫിലിപ്പീൻസിൽ എത്ര വർഷക്കാലം നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 4.5 വർഷം കൊണ്ട് ഒരേ സമയം നിങ്ങൾ 2 പേരും ഒരുപോലെ പൂർത്തിയാക്കി പഠനം? ഇല്ല, അദ്ദേഹം ആദ്യം പൂർത്തിയാക്കി. എനിക്ക് പിന്നെ ഡെസർട്ടേഷൻ ഉണ്ടായിരുന്നു, സമയമെടുത്തു. ഡെസർട്ടേഷന് അത് ചെയ്തുകൊണ്ടിരുന്നപ്പം പിന്നെ ഫിലിപ്പീൻസിലെ ആ പഠന കാലയളവിലെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം? അവിടെയുള്ള ആൾക്കാരുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല എല്ലാ തരത്തിലും ഒരു സന്തോഷകരമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയ ഞങ്ങൾക്ക് ആ ചുറ്റുപാടുകളൊക്കെയും കേരളത്തിലെ പോലെ തന്നെയാണ്. കാരണം എല്ലായിടത്തും തെങ്ങുണ്ട് ചുറ്റുപാടും, അതുപോലെ മഴയുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫ്രണ്ട്ലി കാലാവസ്ഥ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ചുറ്റുപാടാണ്. ആൾക്കാരും വളരെ നല്ലവരാണ്. അവരെല്ലാം വളരെ സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സപ്പോർട്ടീവും വളരെ സ്നേഹവും. 4.5 വർഷം റിയലി എൻജോയ്ഡ്. ഒരു സ്വർഗം പോലെ എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസിലെ ജീവിതം. 94 to 99. അപ്പോൾ അവിടെ ധാരാളം സുഹൃത്തുക്കളൊക്കെ കാണും. എല്ലാ ഇന്റർനാഷണൽ കോളേജ് അല്ലേ, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ പഠിക്കുന്ന ഒരു സമൂഹമാണ്. അവരുമായിട്ട് ഇന്നും ഒരു കോണ്ടാക്ട് നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ശനിയാഴ്ച ഇപ്പം കുറേ പേരുണ്ട്, ഇപ്പോഴും കുറേ പേര് ഞങ്ങളുടെ ഡിയർ ഫ്രണ്ട്സ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഫിലിപ്പീൻസിലെ പഠനം കഴിഞ്ഞ് നേരെ എവിടേക്കാണ് വരുന്നത്? അതായത് ഫിലിപ്പീൻസിൽ ആദ്യം ഞാൻ എൻ്റെ കോഴ്സ് വർക്കും ഡെസർട്ടേഷനും കഴിഞ്ഞ് രമണിക്ക് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒന്നിച്ച് 99-ൽ ഗ്രാജുവേറ്റ് ചെയ്തു. ഗ്രാജുവേറ്റിന് ശേഷം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വന്നത് സ്പൈസർ കോളേജിലേക്കാണ്. സ്പൈസർ കോളേജിൽ ജോലിക്ക് കയറി. എന്നാൽ എൻ്റെ താല്പര്യം ഫീൽഡിൽ ജോലി ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അന്നത്തെ റിക്വയർമെൻ്റ് അനുസരിച്ച്
PhD തീർക്കുന്നവർ സ്പൈസർ കോളേജിൽ പോകണം എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്പൈസർ കോളേജിലായി. അവിടെ ഏകദേശം 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. തിയോളജി പഠിപ്പിച്ചു, രമണി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിച്ചു. പറഞ്ഞു. അത് ഇടയ്ക്ക് ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ രണ്ടുപേരും ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം പിള്ളേർ അവരുടെ എബി ആണെങ്കിൽ MSc ബയോളജിയിലേക്ക് ചേർന്നതാണ്. അതിന് ശേഷം ഫിലിപ്പീൻസിൽ. അപ്പോൾ അവനവിടെ ഒരു എക്സാമിന്, അത് പ്രീ മെഡിസിൻ കോഴ്സാണ് അവിടെ ബയോളജി. അപ്പോൾ ഇവന് അതിനൊരു എൻട്രൻസ് എക്സാം എഴുതണം അവിടെ ഫിലിപ്പീൻസിലെ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ഇവൻ പോയി. ഇവന് 97th പെർസെൻറ്റേജ് റാങ്കിൽ വന്നു. അപ്പോൾ അവന് ആക്ച്വലി അത് ഫിലിപ്പിനോസ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. പക്ഷേ നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് അവരുടെ മിനിമം ഇത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ ഡോളർ വൈസ് കൊടുക്കണം. അപ്പം നമുക്ക് സപ്പോർട്ടിനൊന്നും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെയും മറ്റ് 2 പേരെയും ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് ഇവിടോട്ട് വിട്ട ഒരുത്തൻ കൊട്ടാരക്കര ഞങ്ങളുടെ ബ്രദറിനിലോ ഉണ്ടായിരുന്നു. അവൻ്റെ അടുക്ക പോയി, കൊച്ചുമോനെ അവൻ്റെ അടുക്ക പോയി സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജിൽ ചേർന്ന് പ്രീ ഡിഗ്രിക്ക് ചേർന്ന് അവൻ അവിടെ പഠിക്കുന്നു. എബി അപ്പം കോട്ടയത്ത് കോട്ടയത്തെ പിന്നെ മൂത്ത മോനെ കോട്ടയത്ത് ഞങ്ങളുടെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുക്ക വിട്ടു. അവൻ അവിടെ ഒരു കമ്പ്യൂട്ടർ കമ്പനിയിൽ ജോലിക്ക് കയറി തൽക്കാലം പാസ് ചെയ്യാനായിട്ട്. അതായത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ഞങ്ങൾ 3 മക്കളെയും ഞങ്ങൾക്ക് ഡെസർട്ടേഷൻ സമയം ആയതുകൊണ്ട് വളരെ ബിസിയായിരുന്നു. ആ അവസരത്തിൽ ഇവരുടെ ഏകദേശം പഠിത്തമൊക്കെ തീർന്നു. മൂത്തവൻ്റെ പഠിത്തം BSc തീർത്തു, MScക്ക് ചേർന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അതിന് മുമ്പ് ഇവരെ 3 പേരെയും കേരളത്തിലേക്ക് ഞങ്ങൾ വിട്ടു. കേരളത്തിൽ വിടുക എന്ന് പറഞ്ഞാൽ ഇളയമാൻ ഗ്രിഗോറിയസിൽ അവൻ പഠിക്കാൻ പോയി. 2ാമത്തവൻ സ്പൈസർ കോളേജിൽ പോയി. 3ാമത്തവന് ട്രൈ ചെയ്തു മെഡിസിന് വേണ്ടി. ഇവിടെ അവൻ്റെ ഡിഗ്രി വെച്ച് ഇവിടെ അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ അത് ഇവിടെ അവിടുത്തെ ഡിഗ്രി ഇവിടെ അക്സെപ്റ്റ് ചെയ്തില്ല. അത് കാരണം പിന്നെ അവൻ എന്ത് ചെയ്തു, അവൻ്റെ ചെറിയ ജോലിയായിട്ട് കമ്പ്യൂട്ടർ കടയിലെ ജോലിയായിട്ട് കോട്ടയത്ത് വന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പഠിത്തം തീർന്നതിന് ശേഷം പിന്നെ മൂത്ത മോനെ ഞങ്ങൾ സ്പൈസർ കോളേജിൽ വിളിച്ചു. അവനവിടെ MBA ഞങ്ങൾ വന്നു കഴിഞ്ഞ് MBA അവൻ ഡിഗ്രി തീർത്തു. അതും വളരെ ഈ വാസ് ഗുഡ് ഇൻ സ്റ്റഡീസ്, നല്ല പഠിക്കാൻ പറ്റും. ശരിക്കും ഈ അനുഭവങ്ങളൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ നടത്തിപ്പ്. 3 മക്കളെ പഠിപ്പിക്കുക, അതിൻ്റെ കൂടെ PhD ചെയ്യുക, അതും വേറൊരു രാജ്യത്ത് പോവുക. അപ്പം ശരിക്കും വലിയൊരു ദൈവിക നടത്തിപ്പ്, അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് എല്ലാ കാര്യങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷക്കാലത്തെ പൂനെയിലെ ജീവിതത്തിന് ശേഷം വീണ്ടും എവിടേക്കാണ്? അതിനു മുമ്പ് ഇപ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഓർത്ത് പോവുകയാണ്. എന്താണെന്ന് അറിയാമോ, 10ാം ക്ലാസ് പാസ്സായി ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സായെങ്കിലും പിന്നീട് പഠിക്കാൻ താല്പര്യം കാണിച്ച എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. കാരണം സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസരങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമുള്ള അവസ്ഥ ഞാൻ ദൈവകൃപയാൽ എനിക്ക് BLA ബാച്ചലർ ഡിഗ്രി തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് തീർത്തു. പിന്നെ അതിനുശേഷം PhDയും തീർത്തതിന് ശേഷമാണ് സ്പൈസർ കോളേജ് വന്നു. ഞങ്ങൾ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. സ്റ്റുഡൻസിനെല്ലാം വലിയ അപ്രീഷിയേഷൻ ആയിരുന്നു. അങ്ങനെ 2 വർഷം തുടർന്നുകൊണ്ടിരുന്നതായ സമയത്ത് ഡിവിഷനിൽ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി സെഷനിൽ, അപ്പം ഡിവിഷനിലോട്ട് പോകുന്നില്ല എന്നുള്ള ഭാവത്തിരിക്കുകയായിരുന്നു. പക്ഷേ സ്പൈസർ കോളേജിന് റിപ്പോർട്ടിന് വേണ്ടി ചർച്ചിൻ്റെ അന്നത്തെ ഹെഡ് എൽഡറായ എനിക്ക് പോകേണ്ട അവസരം വന്നു. അല്ലെങ്കിൽ അത് റിപ്പോർട്ട് എൽഡർ വന്ന് നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് അന്നത്തെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ അതിനുവേണ്ടി പോയി. അന്നേരം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പലരെയും കണ്ടു, ഹായ് പറഞ്ഞു, തിരിച്ചിഞ്ഞ് പോരുകയാണ്. പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്ന ന്യൂസ്, TP Kurin ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദി കേരള ഫീൽഡ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ന്യൂസാണ് കിട്ടുന്നത്. അപ്പോൾ അതൊരു അതിശയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഒരിക്കലുമില്ലായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അതിന് ബൈബിൾ പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ സ്പൈസർ കോളേജിൽ പോയി ഇനി അവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട ജോലി ചെയ്തു. ഇനി സ്പൈസർ കോളേജിൽ പുറത്തോട്ട് വരുന്ന ഒരു സാഹചര്യമില്ല. നമ്മളൊരു കുളത്തിൽ വീണ അവസ്ഥ. അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ചിന്താഗതിയോടെ ആക്ച്വലായിട്ട് അവിടെ ഒരു ഹൗസിംഗ് പ്ലോട്ട് വാങ്ങിക്കാൻ കൊണ്ടുള്ള അഡ്വാൻസും കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ന്യൂസ് കേൾക്കുന്നത്. അപ്പം രമണിക്ക് തിരിച്ച് കേരളത്തിൽ വരാൻ ഒട്ടും മനസ്സിലായിരുന്നു.
കാരണം ഒരു ഓൾമോസ്റ്റ് സെറ്റിൽഡാണ്. അപ്പോൾ കാരണം ഫൈസൽ കോളേജിൽ ആദ്യം ചെന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. 6 മാസത്തോളം ഞങ്ങൾ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നു. അതിനുശേഷം വീട് കിട്ടി, പിന്നെ അവിടുത്തെ താമസം. അപ്പോൾ ഇതെല്ലാം ഒരുമാതിരി സെറ്റിലായ സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ വിളി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത്. കാരണം കേരള ഫീൽഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ആണ് ഉള്ള അപ്പോയിൻമെൻറ്റ് വന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുട്ടികളുമായിട്ട് നേരെ കേരളത്തിലേക്ക് വരുന്നു? ഇല്ല, കുട്ടികളൊക്കെ അന്ന് വലുതായി, കോളേജ് തീർത്തു. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത മോൻ MBA തീർത്തു. അവനവിടെ ജോലി, അതായത് MBA സാധാരണ MBA തീർത്തു. ആ സമയത്ത് ആക്ച്വലായിട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആപ്ലിക്കേഷൻ തന്നെ $100. അപ്പോൾ അങ്ങനെ ഇരുന്ന അവസ്ഥയിൽ ഈ അന്ന് മിസ്സിസ് ഗെയ്ക്വാഡ്, അതായത് പ്രേമ ഗെയ്ക്വാഡ്, അവിടെ ഒരു പരിപാടി, അതായത് ഒരു ക്വിസ് കോൺടെസ്റ്റ് നടത്തി. ആ ക്വിസ് കോൺടെസ്റ്റ് നടത്തിയ സമയത്ത് എൻ്റെ മകനാണ് ഫസ്റ്റ്, അതായത് ക്വിസ് കോൺടെസ്റ്റിൽ. പിന്നെ വേറെ 1-2 പേരുണ്ടായിരുന്നു. പക്ഷേ അവരുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അമേരിക്കയിൽ പോയി ഗിഫ്റ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാം, അതിനുള്ള ടിക്കറ്റ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞു, ടിക്കറ്റിനുള്ള ഫെയർ. ആ അവസരത്തിൽ അവന് പോയി ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്തു. പക്ഷേ 2 പ്രാവശ്യം പോയിട്ടും കിട്ടിയില്ല. അത് കാരണം തിരിച്ചു വന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ 50,000 അവന് കൊടുത്തു. ആ 50,000 എന്ത് ചെയ്തു, എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. രണ്ടാമത്തെ ഫീസ് കൊടുത്തത് ആ 50,000 റുപ്പീസ് കൊടുത്തത്. ദൈവത്തിൻ്റെ വഴികൾ അവിടെയുണ്ട്, ദൈവത്തിൻ്റെ വഴികൾ പല പ്രൊവൈഡ്. അതെ. അപ്പോൾ അങ്ങനെ ഇവൻ MBA തീർത്തു. അവിടെ തന്നെ ബോബി വർഗീസ് എന്ന് പറഞ്ഞ ആളിൻ്റെ കമ്പനി ജോലിക്ക് കയറി, പൂനായി തന്നെ. അവിടെ ഒരു മൂത്തവൻ. രണ്ടാമത്തവൻ്റെ പഠിത്തം ഫൈസൽ കോളേജിൽ തന്നെ, അവനും MBA തീർത്തു, സദൻ MBAയുടെ ഡിഗ്രി സമ്പാദിച്ചു. മൂന്നാമത്തെ മകന് അവൻ ലൗറിയിൽ ചേർന്നു. ലൗറിയിൽ ആക്ച്വലായിട്ട് കേരളത്തിൽ അവൻ അഡ്മിഷൻ കിട്ടിയേനെ, പക്ഷേ പിന്നെ ലൗറിയാണ് അവൻ പ്രിഫർ ചെയ്തത്, നമ്മുടെ സ്കൂളിൽ. അവിടെ അവൻ പഠിച്ചു. BSc ബയോളജി തീർത്തു, BSc മൈക്രോബയോളജി തീർത്തു. അതിനുശേഷം അവൻ 2 പ്രാവശ്യം ശനിയാഴ്ച പരീക്ഷ വന്നു. പക്ഷേ അവൻ 2നും പോയില്ല. അതുകൊണ്ടൊരു ഗുണമായി എന്താണെന്നറിയാമോ, അവൻ ആ പരീക്ഷ എഴുതി പാസ്സായ സമയത്ത് വെല്ലൂർ MSc മൈക്രോബയോളജി പഠിക്കുന്നതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ അവൻ അവിടെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ സ്കാറ്റേഡായി. ഞങ്ങൾ മാത്രം ഇവിടെ ആയിരുന്നു. ഇവിടെ ഈ കേരളത്തിലെ വേലയ്ക്ക് വേണ്ടി വന്നു. കേരളത്തിലെ വേല ഓക്കെ. അപ്പോൾ കേരളത്തിലേക്ക് വന്ന് തൃശ്ശൂർ താമസിക്കുന്നു. അതെ, കേരളത്തിലെ വേലകളൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഏത് വർഷ സമയമാണ്? പാസ്റ്റർ വാട്സിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു സൗത്ത് ഇന്ത്യ യൂണിയൻ 3ആയിട്ട് തിരിക്കുക. അപ്പോൾ അതിന് കേരള ഫീൽഡും കർണാടക ഫീൽഡും പിന്നെ സൗത്ത് ഇന്ത്യ യൂണിയനിലുള്ള തമിഴ്നാട് മാത്രം ഒരു യൂണിയനായിട്ട് ഡിക്ലെയർ ചെയ്ത് ബാക്കിയെല്ലാം ഫീൽഡായിട്ട് മാറി. അതുപോലെ തന്നെ ആന്ധ്രയിലും അതേപോലെ കാര്യം ചെയ്തു. അത് ആ ഫീൽഡ് അതായത് 2000-ൽ ആണ് സംഭവം നടന്നത്. 2001 മുതൽ ഞാനിവിടെ വന്നു. 2001 മുതൽ 2005 വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് 2003-ൽ ഈ കേരള ഫീൽഡ് സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയനായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതിൻ്റെയും പ്രസിഡൻ്റായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. 2005-ൽ എനിക്ക് പിന്നെ സ്ഥലമാറ്റം വന്നു. പിന്നെയുള്ള സ്ഥലമാറ്റം ഞങ്ങൾ നേരെ പോയത് ഡിവിഷനിലേക്കാണ്. ഡിവിഷനിൽ പോയി ഇത് പോകുന്ന വഴിയിൽ പല തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവകൃപയാൽ അതൊക്കെയും മറികടന്ന് സുവിശേഷ വേലയോടനുബന്ധിച്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. കുറേ നാൾ ഈ FDI ഒരു ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഡിവിഷനിൽ അസോസിയേറ്റ് ആയിട്ടിരുന്നു. രമണി അവിടെ ജോലി കയറി. അങ്ങനെയാണ് രണ്ടുപേരും ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തു. അപ്പോൾ FDIC എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് മുസ്ലിം മിനിസ്ട്രി, അവിടെ ജോലി ചെയ്തു. അതുകൂടാതെ മിസ്സസ് വാട്സിൻ്റെ ACI പ്രോഗ്രാമുണ്ട്. ആ ACI പ്രോഗ്രാമിന് അവരെ അസിസ്റ്റൻ്റ് ചെയ്തു. അത് 2008-ൽ എന്നെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായിട്ട് തുടർന്നു. അന്ന് സദൻ ഏഷ്യ ടൈഡിങ്സിൻ്റെ എഡിറ്റർ ചുമതലയായിരുന്നു. അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് രമണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവകൃപയാൽ വേണ്ട നല്ല സേവനം ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് വർഷമാണ് രണ്ടുപേരും റിട്ടയർ ചെയ്യുന്നത്? ഈ കാലയളവുകളൊക്കെ ഞാൻ ആക്ച്വലി അസോസിയേറ്റ് വിമൻസ് മിനിസ്ട്രി ഡയറക്ടറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തത് അത് പാസ്റ്റർ വാട്സ് ഇരുന്നപ്പോഴാണ്. പാസ്റ്റർ വാട്സ് പോയി കഴിഞ്ഞോടനെ കമ്മിറ്റി തീരുമാനിച്ചു ഇവളെ അസോസിയേറ്റ് ആക്കണ്ട, പിന്നെ ഇവളെ അസിസ്റ്റൻ്റ് ആക്കി. അപ്പോൾ എനിക്ക് 65 ഞാൻ റിട്ടയർ ചെയ്യേണ്ടതാണ്. 65 ഏജിൽ
അപ്പം അത് അസോസിയേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ 65 റിട്ടയർ ആയേനെ. പക്ഷേ അങ്ങേര് പാസ്റ്റർ വാട്സ് പോയി കഴിഞ്ഞ ഉടനെ എന്നെ അവരെ പിന്നെ അസിസ്റ്റൻ്റ് ആക്കി. അപ്പോൾ 62 ഞാൻ റിട്ടയർ ചെയ്യണം. റിട്ടയർ ആകേണ്ടി വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ 65 കാരണം എൻ്റെ കയ്യിൽ ലെറ്ററെല്ലാം ഉണ്ട്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവർ അപ്പോയിൻ്റ് ചെയ്തതും മിസ്സസ് വാട്സാണ് അതിനെല്ലാം റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ സുഖമില്ലാതെ പോയി കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഈ യൂണിയൻ ഡിവിഷൻ ഓഫീസേഴ്സ് എന്നെ അസിസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എന്നെ റിട്ടയർ ചെയ്യേണ്ടി വന്നു. എന്നാലും ഞാൻ റിട്ടയർ ആയില്ല. പിന്നെ പാസ്റ്റർ റോബിൻസൺ അവിടെ ഉണ്ടായിരുന്നു. സോ ഞാൻ പാസ്റ്റർ റോബിൻസിൻ്റെ കൂടെയാണ്, പുള്ളിക്കാരനൊരു ഫണ്ട് കളക്ടറായിരുന്നു. പാസ്റ്റർ റോബിൻസിൻ്റെ കൂടെയാണ്, അങ്ങേരാണ് എന്നെ കൂടെ വിളിച്ചിരുത്തി അങ്ങേരുടെ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് മിസ്സിസ് റോബിൻസനും എല്ലാവരും നമ്മൾ ഞാൻ വളരെ വൃത്തിയായിട്ട് അവരുടെ ജോലി ചെയ്യുന്നെന്നുള്ളതിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അവസാനം റിട്ടയർ ആകാൻ എനിക്ക് ലെറ്റർ തന്നു. പിന്നെ അന്നത്തെ ട്രഷറർ വന്ന് എൻ്റെ മുറി അടച്ചു പൂട്ടി താക്കോലും കൊണ്ടങ്ങ് പോയി. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയിട്ട് വന്നപ്പോഴത്തേന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതുകൊണ്ട് അവസാനം എനിക്ക് ലെറ്റർ തന്നു. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു നീ റിട്ടയർ ആയെന്ന്, ഇനി ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് ലെറ്റർ തന്നു. എന്നിട്ടും ഈ പാസ്റ്റർ റോബിൻസൺ എന്നുള്ളപ്പോഴാണ് അങ്ങേര് പോയി ഈ ട്രഷറോടും മറ്റുള്ളവരോടും ഒക്കെ സംസാരിച്ചു. എന്നിട്ടൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അവസാനം അങ്ങേരുടെ വേലയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മാനുവൽ എഴുതുകയായിരുന്നു സ്കൂളുകൾക്ക് വേണ്ടി, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വേണ്ടി ഒരു മാനുവൽ. അത് പ്രിപ്പയർ ചെയ്ത് അത് കൊണ്ടുവന്ന് അങ്ങേരെ തന്നെ 3 കോപ്പി എടുത്ത് എൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് അങ്ങേര് പോയി പറഞ്ഞു ഒന്നിൽ അവളെ പിന്നെ എൻ്റെ ഓഫീസിലിരുത്തണം, അല്ലെങ്കിൽ പിന്നെ കുര്യൻ്റെ ഓഫീസിൽ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് സകല കാര്യങ്ങളും എൻ്റെ റിപ്പോർട്ട് മുഴുവനും റോബിൻസൺ അവരുടെ കമ്പ്യൂട്ടറിലിട്ട് മാറ്റി. ഞാൻ ഇവിടെ ചെയ്യുന്നതെല്ലാം ഇല്ലാതാവുക, പിന്നെ ഇവിടെ ഇരുന്ന്. അപ്പം പെട്ടെന്ന് അങ്ങേര് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞ് അങ്ങേരിൽ കൂടെയാണ് പിന്നെ ബാക്കിയുള്ള ഞങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഒന്നും പേടിക്കണ്ട, നീ ചെയ്യുന്ന വേല ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ അത് അങ്ങേര് 3 കോപ്പി ഉണ്ടാക്കി ഞങ്ങളത് പിന്നെ അങ്ങേര് തന്നെ കൊണ്ട് കൊടുത്തു. പിന്നെ ഇത് എനിക്ക് പ്രിൻ്റ് ചെയ്യണമെന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു ഗോഡൻ കൃഷ്ണയ, മൂർത്തി സാറ് അത് സൈൻ ചെയ്ത് കൊടുത്തു, പ്രിൻ്റ് ചെയ്യാൻ അനുവാദം കൊടുത്തു. ഗോഡൻ കൃഷ്ണ സാറ് അത് പ്രിൻ്റ് ചെയ്യണ്ടെന്നും പറഞ്ഞ് എഴുതി കൊടുത്തു. പിന്നെ അങ്ങനെ പാസ്റ്റർ ആർജോൺ പിന്നെ അവർ പറയുന്നതേ കേൾക്കുകയുള്ളൂ. പിന്നെ അങ്ങേരെന്താ ചെയ്തെന്ന് എനിക്കറിയില്ല, എന്നോടൊന്നും കാണിച്ചു. ജീവിതകാലം മുഴുവനും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു. കൈപ്പേറിയ ചില അനുഭവങ്ങൾ അവിടെ എവിടെയൊക്കെ സംഭവിച്ചു എന്ന് വരികിലും നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ദൈവം അത്ഭുതമായിട്ട് വഴി നടത്തി. ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നിങ്ങളുടെ കഥ നന്നായി വളരെ ഭംഗിയായി ചുരുങ്ങിയ സമയം കൊണ്ട് പറയുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചു. വളരെ വളരെ നന്ദി. പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ 2 പേർക്കുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം തീർച്ചയായും ഇനിയും ധാരാളം നടത്തട്ടെ, ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഇനിയും സഹായിക്കട്ടെ. അനേകർക്ക് സാക്ഷ്യമായി, അനേകർക്ക് പ്രചോദനമായി ഈ ദേശത്ത് 20 പേരുടെ ദേശത്ത് താമസിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് സഹായിക്കട്ടെ. റിട്ടയറായി എങ്കിൽ തന്നെയും ഇപ്പോഴും കുര്യൻ സാർ ഇപ്പോഴും ഒരു ചർച്ചിൻ്റെ ചാർജുണ്ട്. ഇപ്പോഴും ദൈവത്തിൻ്റെ വേലയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും കർത്താവ് സഹായിക്കട്ടെ. നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ജോലികൾ തിരഞ്ഞെടുക്കാം. ഇന്ന് ഈ ലോകത്തിൽ പല ജോലികൾ തിരഞ്ഞെടുത്ത് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന ധാരാളം പേർ നമ്മുടെ മധ്യത്തിലുണ്ട്. ധാരാളം യൗവനക്കാർ അവസരങ്ങൾ തേടി അയൽ രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ അവസരങ്ങളൊക്കെ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊക്കെ വേണ്ട എന്ന് വിചാരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ മനസ്സ് വെച്ച 2 പേരുടെ കഥയാണ് നാം കഴിഞ്ഞ 2 ആഴ്ചകളായി കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നമുക്ക് എത്ര വലിയൊരു പ്രചോദനമാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. വലിയ അവസരങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ ത്യാഗം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി സ്വയം സമർപ്പിക്കുക. അതാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ച വലിയൊരു സാക്ഷ്യം. ആയതിനാൽ ഈ സാക്ഷ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്
ഈ അന്ത്യകാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ അനേകരെ ഒരുക്കുവാൻ, സ്വയം ഒരുങ്ങുവാൻ കർത്താവ് ഈ കഥകളിലൂടെ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. വീണ്ടും കാണാം മറ്റൊരു വ്യക്തിയുമായി. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.